ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്ത് വിറ്റിട്ടായാലും ബാങ്കിൽ നിന്ന് പണം ഒപ്പിച്ച് അയക്കോ കൊടുക്കണം. ഇല്ലെങ്കിൽ അയാൾ നമ്മളെ ചതിക്കും. എന്തായാലും തൽക്കാലം ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോ. വേലായുധനെ ഞാനൊന്ന് കാണട്ടെ. പണം കൊണ്ടല്ലാതെ മറ്റൊന്നും കൊണ്ടും അവന്റെ വായ അടപ്പിക്കാൻ പറ്റില്ല. ഇനിയൊന്നും ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഞാൻ വിളിക്കാം. ഇതെന്താ IAS കോട്ടയിൽ ഒരു IPS സാന്നിധ്യം? IPS അങ്ങനെ ഒരിടത്തുനിന്ന് ഒഴിവാക്കാൻ പറ്റില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മന്ത്രി ശിവദാസ മേനോന്റെ അദാലത്താ. ഒരു 3-4 മണിക്കൂർ അങ്ങനെ പോയി കിട്ടി. നിങ്ങൾ തന്നെ ഭരണം വാങ്ങിക്കൊടുത്ത് കസേര പിടിച്ചിരുത്തിയതല്ലേ? അനുഭവിച്ചോ? നിങ്ങൾ പിന്നെ IAS ഭരിക്കുന്ന പാർട്ടിക്ക് എതിരായിരിക്കുമല്ലോ. ഞങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഓടി മാറുന്നത് പോലെ മാറാൻ പറ്റില്ലെന്ന് മാത്രം. എനിവേ, ഞാൻ ശാലിനി ഒന്ന് കാണാനിരിക്കുമായിരുന്നു. വൈ? ഒഫീഷ്യലോ അതോ അൺഒഫീഷ്യലോ? ഏത് തരത്തിൽ വേണമെങ്കിലും പെടുത്താവുന്നതാണ്. വിഷ്ണുവിന്റെ കാര്യം തന്നെയാ. ആരൊക്കെയോ വല്ലാതെ കയറി നിരങ്ങുന്നുണ്ട് മന്ത്രിമാരുടെ കാൽക്കൽ. അതിന്റെ വാങ്ങൽ രഹസ്യമായി കിട്ടിയെന്ന് തന്നെ പറയാം. അപ്പോ സീരിയസ് മാറ്റർ ആണ്. അതെ, വിഷ്ണുവിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. പഴയ കേസ് ഫയലുകളൊക്കെ തെരഞ്ഞ് ഗുണ്ടാ ലിസ്റ്റിൽ പേര് തിരികെ കയറ്റാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഭരിക്കുന്ന പാർട്ടിയുടെ കാവൽ പോലീസുകാരാ ശ്രമത്തിന് പിന്നിൽ. അപ്പോ ഇതുകൊണ്ടുള്ള ഗുണം ഉണ്ടാവുമല്ലോ. വിഷ്ണുവിനെ ഗുണ്ടാ ലിസ്റ്റിൽപ്പെടുത്തി കാപ്പ ചുമത്താനുള്ള നിഗൂഢമായ ശ്രമം. പഴയ കഥകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പൊക്കിക്കൊണ്ടുവന്നാ ലക്ഷ്യം ഈസിയായിട്ട് നിറവേറ്റാവുന്നതാണ്. അതിപ്പോ ഇതിനെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അടിപിടി കേസുകളിൽ നിന്നും മറ്റു പ്രവൃത്തികളിൽ നിന്നും ഒക്കെ വിഷ്ണുവിനെ മാറ്റി നിർത്തണം. ഒരു മര്യാദരാമന്റെ പട്ടം തലയിൽ ചൂടിക്കൊടുക്കണം. ഒരാൾ തിരക്കി വന്നാ പോലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുവെന്ന് പറയിപ്പിക്കണം. എന്താ, പറ്റുമോ? വിഷ്ണുവേട്ടന്റെ കാര്യമാണ്. ശ്രമിക്കാം. ശ്രമിച്ചാൽ മാത്രം പോരാ, വിഷ്ണുവിനോട് ശരിക്കൊന്ന് ശ്രദ്ധിക്കാൻ പറയണം. കാരണം ശത്രു ശക്തനായി മുന്നിൽ നിന്നാൽ പൊരുതി ജയിക്കാനാവും. പക്ഷേ ഒളിയമ്പുമായി മറഞ്ഞിരുന്ന് ആക്രമിക്കുമ്പോൾ ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാ നേരിടേണ്ടത്. സംസാരിച്ചു നോക്ക്. വിഷ്ണുവിനെ കാണുകയാണെങ്കിൽ ഞാനും സൂചിപ്പിച്ചേക്കാം. ഹലോ, അതെ. അപ്പോ നസീർ മരിച്ചു. ഞങ്ങളുടെ ഒരു കയ്യബദ്ധം. ഞങ്ങൾ അന്ന് രാത്രി ഒരു തീരുമാനമെടുത്തു. ഈ സത്യം പുറത്തറിയരുത്, ഞങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങണം. അതുകൊണ്ടാ അന്ന് വിഷ്ണു വന്നിട്ട് ഞങ്ങൾ പറയാതിരുന്നത്. പക്ഷേ എല്ലാം ഉള്ളിലടക്കി ഒരു സംശയവും ആർക്കും വരാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമ്പോഴാണ് എല്ലാം കീഴ്മേൽ മറിക്കാനായിട്ട് അവനെത്തിയത്. വേലായുധൻ. ഞാനേ ഗോപാലകൃഷ്ണന്റെ സുഹൃത്ത. പേര് വേലായുധൻ. മോനറിയാവോ, ഈ ഒരു സംഭവത്തിന് ശേഷം സമാധാനം എന്താന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഭയം, പിടിക്കപ്പെടുമെന്നുള്ള പേടി. ഒന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കണ്ണടച്ചാ തെളിയുന്നത് ആ ചെറുപ്പക്കാരന്റെ ചോരയെ കുളിച്ചു കിടക്കുന്ന ശരീരമാ. ജയിലിൽ പോകാൻ പേടിയുണ്ടായിട്ടല്ല, ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ തയ്യാറുമാണ്. പക്ഷേ
കൊലയാളികളായ അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ ബലിയാടാകുന്നത് ശാലിനിയുടെ ഔദ്യോഗിക ജീവിത. കളക്ടറുടെ അച്ഛനും അമ്മയും ഒരു യുവാവിനെ കൊന്ന് ശരീരം മറവ് ചെയ്തു എന്നറിഞ്ഞാൽ ഈ നാട്ടിലെ മഞ്ഞപ്പത്രക്കാർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവർക്ക് മറ്റൊരു വാർത്ത കിട്ടുന്നത് വരെ ഇതൊരാഘോഷാക്കും. പക്ഷേ ചതിക്കില്ല എന്ന് കരുതിയ വേലായുധൻ ഇപ്പം ഞങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുക. അവൻ്റെ ആവശ്യം പണമാണ്. പണം കൊടുത്തിട്ട് ഞങ്ങളെ അവൻ ഒറ്റും. എനിക്ക് കാശ് വേണം, ഇല്ലെങ്കിൽ ഞാൻ പലതും പലരോടും പറയും. ഒരു 10 ലക്ഷം രൂപ. അയാൾക്ക് കൊടുക്കാനുള്ള പണം ഒപ്പിക്കാനാ മോനെ വീടിന്റെ ആധാരമൊക്കെ എടുത്തോണ്ട് ഇവിടെ വന്നത്. എന്ത് വിറ്റിട്ടായാലും ബാങ്കിൽ നിന്ന് പണം ഒപ്പിച്ച് അയാൾക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ അയാൾ നമ്മളെ ചതിക്കും. എന്തായാലും തൽക്കാലം ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോ. വേലായുധനെ ഞാനൊന്ന് കാണട്ടെ. പണം കൊണ്ടല്ലാതെ മറ്റൊന്നും കൊണ്ടും അവൻ്റെ വായ അടപ്പിക്കാൻ പറ്റില്ല. പണത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവൻ ചെയ്യും. സൂക്ഷിക്കണം. എന്തായാലും ഞാൻ അയാളൊന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇത് പറയാതിരിക്കാനായി എന്തൊക്കെ നമുക്ക് അവന് ചെയ്തു കൊടുക്കാന്ന്. അത് തന്നെ ആലോചിച്ച് ആദ്യ കൂട്ടല്ലേ രാഘവ് സാറ്. അപ്പോഴത്തെ ദേഷ്യത്തിന് അവരെങ്ങനെ പറഞ്ഞതായിരിക്കും. എന്നാലും അതങ്ങനെ നല്ലോണം പിള്ളേ. മോളെ, ഞാൻ മോള് വരാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നേ. എന്താ വെച്ച കാര്യം? സത്യമോ വല്ലതും പറഞ്ഞോ? പറഞ്ഞത് എന്നെയല്ല, ശ്യാമയാ. ശ്യാമയും തിരിച്ചു പറഞ്ഞു. എല്ലാം മോളിൽ സത്യയുടെ കാര്യം പറഞ്ഞായിരുന്നു. എന്നിട്ട് എന്തുവാ വഴക്കിൽ രോഹിത്തോട് വിട്ട്. അത് പിന്നെ പഴയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ ഇടയായി. എന്നിട്ട് അവര് ഇവിടെ പോകാൻ പോവാന്നു. പോകാൻ പോവാണെന്നോ? അതെങ്ങനെയാ ശരിയാവുക? എന്നിട്ട് സത്യമ്മ എവിടെ? എന്റെ മോളെ, മോക്കറിയാലോ ആ പറയുന്ന സമയത്തുള്ള ചൂടേ ഉള്ളൂ. പിന്നെ അതോർത്തോളം സങ്കടപ്പെട്ടിരിക്കുക മക്കളെ. എന്നാലും ശ്യാമയും രോഗത്തൂടെ ഭാമിയോട് തിരിച്ചങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പ്രത്യേകിച്ച് ആ പഴയ സ്വഭാവമൊക്കെ മാറ്റിച്ചല്ലേ ഭാമി ഇപ്പോഴും നിൽക്കുന്നേ. ആ മര്യാദയെങ്കിലും അവർക്ക് അവളോട് കാണിക്കാറുണ്ടല്ലോ. മോളെ, ഇനിയിപ്പോ മോൾ അങ്ങോട്ട് ചോദിക്കാനും നിൽക്കണ്ട. ഏതെങ്കിലും തരത്തിലൊന്ന് സംസാരിച്ചേ അവരുടെ പോക്കൊന്ന് വേണ്ടെന്ന് വെപ്പിച്ചാ മതി. അല്ല, നമ്മളെ കൊണ്ട് ഇവിടെ ഇറക്കി വിട്ടാ പിന്നെ അവരെങ്ങോട്ട് പോകാനാ? വാശിപ്പുറത്തിറങ്ങി പോകാനൊക്കെ പറ്റും, പക്ഷെ ഒരു ജോലി ഇല്ലാതെ എങ്ങനെ ജീവിക്കുമെന്നാ? അവരുടെ കാര്യം പോട്ടേന്ന് വെക്കാം, പക്ഷെ നമ്മളുടെ പപ്പയമോളുടെ കാര്യം അറിഞ്ഞോണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ.